ഹമാസും ഇസ്രായേലും അതായത് ബന്ദികളുടെ മോചനത്തിന് ഏകദേശ ധാരണയായി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അതിനെപ്പറ്റി അമേരിക്കൻ മീഡിയ, അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി പറഞ്ഞിരിക്കുന്ന ആൻ്റണി ബ്ലിങ്കൻ, ദ ഡീൽ ഈസ് ക്ലോസ്ഡ്, അതായത് ഡീല് കഴിഞ്ഞു, അതായത് ഇനി അത് പ്രാവർത്തികമാക്കണം, അത് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. ഇസ്രായേലി പ്രൈം മിനിസ്റ്റർ അടിയന്തരമായിട്ട് ആർമി ജനറൽസിൻ്റെ മീറ്റിംഗ് വിളിച്ചിരിക്കുകയാണ്. വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ടും അതേപോലെ സൈന്യം വിഡ്രോ ചെയ്യണം അവിടുന്ന് ഗാസയിൽ നിന്നും. അതേപോലെ ഇതിൻ്റെ ധാരണ എന്ന് പറയുന്നത് ഒരു ബന്ദിക്ക് പകരം 30ഓളം പാലസ്റ്റീൻകാരെ, അതായത് ഹമാസിൻ്റെ തടവുകാരെ വിട്ടയക്കണം. ഇതിന് ഹമാസിൻ്റെ അകത്ത് ചില സീനിയറായിട്ടുള്ള നേതാക്കളുണ്ട്, അവരെ ഉൾപ്പെടെയാണ്. അപ്പം ആദ്യത്തെ ലോട്ട് എന്ന് പറയുന്നത് 33 ഹോസ്റ്റേജസിനെയാണ് റിലീസ് ചെയ്യുന്നത്. അതനുസരിച്ച് ഒരു ബന്ദിക്ക് ഏകദേശം 30ഓളം പാലസ്റ്റീൻകാരെ റിലീസ് ചെയ്യണം. ഇതാണ് ഏകദേശ ധാരണ വരുന്നത്. അതനുസരിച്ച് ഘട്ടം ഘട്ടമായിട്ട് രണ്ടാമത്തെ ലോട്ട് വരുമ്പോൾ ഏകദേശം പകുതിയോളം ഇസ്രായേലി സൈന്യം അവിടുന്ന് പിന്മാറണം. ഈ രീതിയിലാണ് ഇത് ഡീല് പോയിരിക്കുന്നത്. അതായത് ജൂൺ 1 തീയതി ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ കൊടുത്ത ഒരു ഫോർമുല അനുസരിച്ചാണ് അത്. ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ പിന്നീട് ഈ ഖത്തറും ഈ പറയുന്ന കൈറോ, ഈ ഈജിപ്റ്റും തുർക്കിയും ഒക്കെ വളരെ പാടുപെട്ടു, പക്ഷെ ഒന്നും നടന്നില്ല. അതാണ് ഖത്തർ പറയുന്നത്. പക്ഷെ പിന്നീടാണ് മനസ്സിലാക്കുക, അമേരിക്കൻ പ്രസിഡന്റ് ട്രംപാണ് വാൺ ചെയ്തത്. അമേരിക്കൻ പ്രസിഡൻ്റായിട്ട് എലക്റ്റായി കഴിഞ്ഞപ്പോൾ രണ്ട് വാൺ ചെയ്തു. ഒന്നാമത്തെ വാണിംഗ് അറിയാം, ഓഫീസിൽ പ്രസിഡൻ്റായിട്ട് വരുന്നതിന് മുമ്പ് ഹോസ്റ്റേജസിനെ റിലീസ് ചെയ്തിരിക്കണം, ആദ്യത്തെ വാണിംഗ്. രണ്ടാമത്തെ വാണിംഗ് പറഞ്ഞു, ഹോസ്റ്റേജസിനെ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് ഹോസ്റ്റേജ് റിലീസ് ചെയ്യണം ഓഫീസിൽ വരുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ കടുത്ത രീതിയിൽ മിഡിൽ ഈസ്റ്റ് ഏഷ്യ അതിൻ്റെ ടാർഗറ്റ് ചെയ്തിരിക്കുന്ന ഖത്തറിനെ മാത്രമാണ്. അതിനുശേഷം ഉണ്ടായ ഡെവലപ്മെൻറ്റ്സ് ഈ അമേരിക്കൻ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റാണ്. അതായത് ട്രംപിൻ്റെ ഈ വാർണിങ്ങിന് ശേഷം ഈ ഖത്തർ റൂളർ, അതായത് അമീർ എന്ന് പറയുന്നയാൾ 3ഓളം പ്രാവശ്യം ട്രംപിനെ നേരിട്ട് ഫോൺ ചെയ്യാനും പല ആൾക്കാർ ത്രൂ ട്രംപുമായിട്ട് സംസാരിക്കാനും ശ്രമിച്ചു. അമേരിക്കൻ ന്യൂയോർക്ക് പോസ്റ്റാണ് റിപ്പോർട്ട് ചെയ്ത്, USA ടുഡേ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ പ്രാവശ്യം ട്രംപ് വളരെ കൃത്യമായിട്ട് പറഞ്ഞു, നിങ്ങളോട് ഞാൻ സംസാരിക്കണം എന്നുണ്ട് എങ്കിൽ, അതായത് ഈ ഫോൺ കൊടുത്ത ആൾ ഈ പറഞ്ഞ ആളിനോട്, അതായത് ഫോൺ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് പറഞ്ഞത് ഈ പറയുന്ന ഖത്തർ ഭരണാധികാരിയോട് സംസാരിക്കുന്നത് ആ ഹോസ്റ്റേജസിനെ റിലീസ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും, അല്ലെങ്കിൽ സംസാരിക്കില്ല. പിന്നീട് രണ്ടാമത് ഫോൺ ചെയ്ത് മറ്റുള്ള ത്രൂ ഈ അമേരിക്കയിലുള്ള ഖത്തർ അംബാസഡർ ശ്രമിച്ചപ്പോഴും ഈ പറയുന്ന കാര്യങ്ങൾ ട്രംപിനെ കൺവിൻസ് ചെയ്യാൻ ഇലോൺ മസ്ക് ത്രൂ ശ്രമിച്ചു. അപ്പോഴും ട്രംപ് അതിൻ്റെ അകത്തുനിന്ന് മാറാൻ തയ്യാറായില്ല. അതിനുശേഷമാണ് രണ്ടാമത്തെ വാണിംഗ് ഖത്തറിന് നേരിട്ട് കൊടുക്കുന്നത്. അതായത് ഈ പറയുന്ന ബന്ദികളെ റിലീസ് ചെയ്തിരിക്കണം, കട്ട് ത്രോട്ടായിട്ടങ്ങ് പറഞ്ഞു. അതിനുശേഷം നിങ്ങൾ ഇന്നലെ കണ്ടോണം, അമേരിക്കയുടെ അടുത്ത ഡിഫൻസ് സെക്രട്ടറി ആകാൻ പോകുന്ന പഴയ ഫോക്സ് ന്യൂസിൻ്റെ ആങ്കർ, അയാൾ കൃത്യമായിട്ടങ്ങ് പറഞ്ഞു, അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യം, റിപ്പബ്ലിക്കൻ എന്ന പാർട്ടി, അമേരിക്ക എന്ന രാജ്യം ഇസ്രായേലിൻ്റെ കൂടെ ആയിരിക്കും. ഇസ്രായേലിനെ വലുതാക്കുക എന്നുള്ളത് അമേരിക്കയുടെ അജണ്ടയാണ്, കൃത്യമായിട്ട് പറഞ്ഞു. ആരൊക്കെയാണ് ഇസ്രായേലിനെ ദ്രോഹിക്കുന്നത് അവരെ ഞങ്ങൾ വിടില്ല, അവൻ്റെ പുറകെ ഞങ്ങളുണ്ടാകും. അയാൾ വളരെ കൃത്യമായിട്ടെന്ന് പറഞ്ഞു. അയാൾ ഡിഫൻസ് സെക്രട്ടറി ആകാൻ പോകും. പിന്നെ അമേരിക്കയുടെ സംഭവം പറയാം. അതായത് പ്രസിഡന്റ് ഇലക്ട് ആയതിനു ശേഷം, അതായത് ഇലക്ഷൻ കഴിഞ്ഞ് ട്രംപ് പ്രസിഡന്റ് ഇലക്ട് ആയ ശേഷം അമേരിക്കൻ ഗവൺമെൻറ് ഏത് തീരുമാനം എടുക്കുകയാണെങ്കിലും, വലിയ തീരുമാനം എടുക്കുകയാണെങ്കിലും ഈ പറയുന്ന അമേരിക്കൻ ഇലക്ട് അയാളോട് ചോദിച്ചിട്ട് മാത്രമേ തീരുമാനം എടുക്കത്തുള്ളൂ. കാരണം അടുത്ത പ്രസിഡന്റ് വരാൻ പോവുക. അത് അവരുടെ ഭരണഘടനയിലുള്ള സംഭവം, അതാണ് അവർ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം. അപ്പോൾ ഇതേപോലെ ഈ ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ്റെ ആവശ്യമായിരുന്നു എങ്ങനെയെങ്കിലും ഈ അയാൾ പോകുന്നതിന് മുമ്പ് ഈ ബന്ദികളെ മോചിപ്പിക്കുക എന്നുള്ള, സീസ് ഫയർ കൊണ്ടുവരിക എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ പെട്ടെന്ന് ഈ മൂന്നാമത്തെ പ്രാവശ്യം കൂടെ, അതായത് ഇന്നലെ വൈകിട്ട് ഖത്തർ അമീർ വീണ്ടും പ്രസിഡന്റ് ഈ പറയുന്ന ട്രംപിനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ, എന്നിട്ട് ട്രംപ് കൊടുത്ത ഉത്തരം വളരെ ക്ലിയറാണ്. അവസാനം മൂന്നാമത്തെ പ്രാവശ്യം വിളിച്ചു കൊടുത്ത ഉത്തരം, അതായത് ഈ ബന്ദികളുമായി സംഭവം സീസ് ഫയർ ഡീലായി,
അത് എത്രയും വേഗം ഉണ്ടാകും. 2-3 സംഭവമാണ് ഇത് പറയാൻ വേണ്ടി വിളിച്ചപ്പോൾ അപ്പോൾ ട്രംപിൻ്റെ ഓഫീസിലുള്ളവർ പറഞ്ഞ മറുപടി, ട്രംപ് കൊടുത്ത മറുപടി എന്ന് പറയുന്നത്, ട്രംപ് സംസാരിച്ചില്ല അപ്പോഴും, കൊടുത്ത മറുപടി എന്ന് പറയുന്നത്, അതിനെപ്പറ്റി നിങ്ങളൊരു ബ്രോക്കർ മാത്രമാണ്. അതായത് ഖത്തർ അമീറിനോട് പറയാൻ പറഞ്ഞതാണ്, നിങ്ങൾ ഇതിനെപ്പറ്റി എന്നോട് സംസാരിക്കുന്നത് ബന്ദികളെ റിലീസ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും. അതായത് നിങ്ങൾ ബ്രോക്കർ മാത്രമാണ്. ബന്ദികളുമായിട്ട് ബന്ധപ്പെട്ട റിലീസിനെ പറ്റി എന്നോട് സംസാരിക്കേണ്ടത് അമേരിക്കൻ അഡ്മിനിസ്ട്രേഷനും ഇസ്രായേലി അഡ്മിനിസ്ട്രേഷനാണ്. അവരെന്നോട് ബ്രീഫ് ചെയ്യും, താങ്കൾ എന്നോട് ബ്രീഫ് ചെയ്യും. അതായത് ട്രംപ് വല്ലാത്ത കലിപ്പിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശ ധാരണ പിടികിട്ടി കാണും എങ്ങനെയാണ് ഈ സംഭവം പോയത്. മറ്റൊന്ന്, ഇസ്രായേലി പ്രൈം മിനിസ്റ്ററോട് ഡീല് സൈൻ ചെയ്യേണ്ട എന്ന് നിർദ്ദേശം കൊടുത്തതിന് ട്രംപാണെന്നാണ് പറയുന്നത്. സൈൻ ചെയ്യേണ്ട ഡീല്, ബന്ദികൾ ആദ്യം മോചിക്കട്ടെ, അവരെ റിലീസ് ചെയ്തിട്ട് അതിനുശേഷം ആലോചിക്കാം എന്ത് ചെയ്യണം. അതായത് സംഭവം വളരെ 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 ക്രിസ്റ്റൽ ക്ലിയർ ആണ്. അതായത് ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ പുറകിലുണ്ട് ട്രംപും അമേരിക്കയും. പഴയ ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ പോലെ ആയിരിക്കുകയില്ല. അതായത് ഹമാസിനെ ഈ പറയുന്ന ഖത്തറിനെയും അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ തീർക്കുമെന്നുള്ള കാര്യം അവിടെയുള്ള മലയാളികളുടെ തലയിലിടുക. പിന്നീടുണ്ടായ ഡെവലപ്മെൻറ്റ് അമേരിക്കൻ പത്രങ്ങളിൽ റിപ്പോർട്ട് ചെയ്ത് മനസ്സിലാക്കുക. ഈ കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ, അതായത് 7-8 ദിവസങ്ങൾക്കുള്ളിൽ, ദോഹയിലുള്ള അമേരിക്കൻ ബേസിലുള്ള ഏകദേശം 20ഓളം സീനിയർ സൈനിക ഉദ്യോഗസ്ഥർ അബുദാബി സന്ദർശിക്കുന്നു. ഇതൊക്കെ റിപ്പോർട്ട് ചെയ്തേക്കുവാണ്. എന്തിനാണ് സന്ദർശിച്ചത്? അതാണ് അടുത്ത ചോദ്യം. അതായത് അബുദാബി അവിടുത്തെ അഡ്മിനിസ്ട്രേറ്ററുമായിട്ട് സംസാരിച്ചു. അവിടെ ഫ്രഞ്ച് ബേസ് ഉണ്ട് ഈ അബുദാബിയിൽ. ആ ഫ്രഞ്ച് ബേസ് അബുദാബി ഗവൺമെൻറ്, അതായത് ദുബായ് ഗവൺമെൻറ് അമേരിക്കയ്ക്ക് ഫ്രീ ആയിട്ട് കൈമാറാമെന്ന് സമ്മതിച്ചു. അപ്പോൾ അതിൻ്റെ സംഭവങ്ങൾ മനസ്സിലാക്കാൻ അതൊരു ഇൻവെസ്റ്റ് ചെയ്യാമെന്നും പറഞ്ഞ് ഇത്ര ഓരോ വർഷം ഇത്ര മില്യൺ വെച്ച് അമേരിക്കൻ ഫോഴ്സിന് കൊടുക്കാം. കാരണം സെക്യൂരിറ്റിയാണ് ആവശ്യം. അപ്പോൾ അതും അടുത്ത മൂവ്മെൻ്റ് ഉണ്ടായി. ആലോചിച്ച് നോക്കുക. ഇതെല്ലാം കണ്ട് ഈ പറയുന്ന ഖത്തർ അമീറിൻ്റെ പേടി തീർന്നു. കാരണം ഒന്ന് മനസ്സിലാക്കുക, ഇവർ സന്ദർശിച്ച് കഴിഞ്ഞു, അത് മെസ്സേജ് കിട്ടി ഖത്തറിന്. കാരണം അമേരിക്കൻ ഫോഴ്സ് അവിടെ പോവുകയാണെങ്കിൽ ഒറ്റയാഴ്ച പോലും ഈ ഖത്തർ അമീർ പിന്നെ ആ സീറ്റിൽ ഇരിക്കത്തില്ല. എങ്ങനെയായിരിക്കും പിന്നെ സൗദി ഇടപെടുന്ന കാര്യം? കാരണം സൗദിക്ക് വളരെ പകയോട് നടക്കുന്ന രാജ്യമാണ് ഈ ഖത്തർ. എല്ലായിടത്തും അവരെ കയറി അറ്റാക്ക് ചെയ്യാനും ആ അൽ ജസീറ ചാനൽ വളരെ മോശമായിട്ട് അവരെ പറ്റി പറയാൻ തുടങ്ങി. ഇതെല്ലാം ഒരു സെക്ടേറിയൻ അതായത് രാജഭരണമാണ്. ഇതെന്തും സംഭവിക്കാം. അതായത് അവർ മൂവ് ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ടും 1-1.5 ആഴ്ച കൊണ്ട് ഈ ഖത്തർ അമീർ ആയിരിക്കും അടുത്ത രാജാവ് കയറി വരും. അൺസർട്ടനിറ്റി വരും. അപ്പം അതാണ് ഈ പറയുന്നത്. അമേരിക്കൻ ഫോഴ്സ് അവിടെ പോകുന്നു, ഇത് കാണുന്നു, അവർ അത് മെസ്സേജ് കിട്ടി. രണ്ടാമത് ഖത്തറിനെതിരെ, കാരണം മോസ്റ്റ് ഫേവറേറ്റ് നേഷൻ എന്ന് പറഞ്ഞാൽ ഈ നാറ്റോയ്ക്ക് പുറത്തുള്ള അതെടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആരും കയറി മെയ്യുമെന്ന് പറയും. കാരണം ഈ പണം കൊണ്ട് മാത്രം കാര്യങ്ങളൊന്നും നടക്കത്തില്ല. അപ്പോൾ ഫ്രഞ്ച് ഗവൺമെൻറ്റുമായിട്ട് UAE ഗവൺമെൻറ് ഫ്രഞ്ച് ഗവൺമെൻറ് ഈസ് വില്ലിങ്. കാരണം അവർക്കാകെ ഒരു സ്ക്വാഡ്രൺ മാത്രമേ എയർക്രാഫ്റ്റ് ഉള്ളൂ അബുദാബി ഇവരുടെ ബേസിൽ. അവർ മാറാൻ തയ്യാറാണ്. കാരണം അമേരിക്കയ്ക്ക് ഏകദേശം 100-ൽ പരം എയർക്രാഫ്റ്റുകളുണ്ട്. ഒരു ഏറ്റവും വലിയ മിഡിൽ ഈസ്റ്റ് സ്റ്റേഷനിലെ ഏറ്റവും വലിയ ബേസാണ്. അതായത് മെസ്സേജൊക്കെ വളരെ ക്ലിയർ ആയിട്ട് ഖത്തർ അമീറിൻ്റെ തലയ്ക്കകത്ത് കയറി. അതേപോലെ ഞാൻ വേറൊരു കാര്യം പറയാം, നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഈ ഡീല് നടന്നാലും ഇല്ലെങ്കിലും ട്രംപ് അധികാരത്തിൽ കയറുവാണെങ്കിൽ ഞാൻ കൃത്യമായിട്ട് പറയാം, ഒറ്റ ദിവസം പോലും ഈ പറയുന്ന ഖത്തർ ഗവൺമെൻറ്റിനോട് ഈ ഹമാസിനെ അവിടെ വെച്ചുകൊണ്ടിരിക്കാൻ പറയാം, അവരെ പുറത്താക്കാൻ പറയും, എന്നിട്ട് ബാക്കി സംസാരിക്കാൻ പറയും. ബേസിക്കലി അമേരിക്കൻ ഡിപ്ലോമസി എന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്നതല്ല. അവർ ഭയങ്കര ഡീപ്പ് സ്റ്റേറ്റിൽ കയറി കളിക്കും. അതാണ് അവരുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇവർ ഈ ഹമാസിൻ്റെ ലീഡേഴ്സിനെ മുഴുവനും പുറത്താക്കാൻ അവരുടെ ടെററിസ്റ്റിനെ മുഴുവൻ ഓഫീസിൽ നിർത്താൻ പറയും. നിർത്തിക്കഴിഞ്ഞാൽ ഹമാസ് എവിടെ പോകും? ഈ പറയുന്ന ഖത്തർ അമീറിനെ പുറത്താക്കി കഴിഞ്ഞാൽ അയാൾ എവിടെ പോകും? ഈ പറയുന്ന ഏതെങ്കിലും രാജ്യങ്ങൾ കയറ്റുമോ? ഇറാൻ കയറ്റും. ഇന്നത്തെ കണ്ടീഷൻ ഇറാൻ കയറ്റത്തില്ല. കാരണം ഇറാൻ എങ്ങനെയെങ്കിലും അമേരിക്കയായിട്ട് ലോകത്തിൽ പോകണം. തുർക്കി കയറ്റുമോ? ഒരിക്കലും കയറ്റത്തില്ല. അതായത് ട്രംപ് വന്നു കഴിഞ്ഞാൽ തുർക്കിയും അവിടെയുള്ള ഈ ഹമാസിൻ്റെ പല ഇഞ്ചേർഡായിട്ടുള്ള
അവരുടെ കേഡറ്റ്സിനെ സഹായിക്കുന്നുണ്ട് ഹോസ്പിറ്റലിലൊക്കെ വെച്ച്. ഈ ട്രംപ് വന്നു കഴിഞ്ഞാൽ അവനെയും പുറത്താക്കട്ട. അല്ലെങ്കിൽ ട്രംപിനറിയാൻ ഗെയിം. കാരണം ടർക്കി അമേരിക്കയുടെ പുറകിൽ നടക്കുക. കാരണം സാങ്ഷൻ ഒബ്യോസ് ചെയ്യും. എന്താണ് സംഭവം? ഇപ്പോൾ ഒന്നാമത് ടർക്കിയുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ അവരുടെ എയർക്രാഫ്റ്റ് ഉണ്ട്, ഫൈറ്റർ എയർക്രാഫ്റ്റ് F-16. അത് റിപ്പയർ ചെയ്തിട്ട് ഒത്തിരി നാളായി. ഇത് അമേരിക്കൻ കമ്പനി തന്നെ റിപ്പയർ ചെയ്യണം. അതേപോലെ ടർക്കിക്ക് F-35 കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിനിടയ്ക്ക് അമേരിക്ക അവർക്ക് ആ സംഭവം അവർ കൊടുക്കുന്നതിൻ്റെ സപ്ലൈ അങ്ങ് ഡിസ്മാൻഡിൽ ചെയ്തു. കാരണം അവിടുത്തെ ഇഷ്യൂ എല്ലാം കാരണം ടർക്കി ഈ ടെറർ ഓർഗനൈസേഷനെ സഹായിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ. ഇതിൻ്റെ പേരിലെന്തോ ഇതിൻ്റെ സ്പെയർ പാർട്സും കിട്ടാനില്ല. ഇതൊക്കെ ഇഷ്യൂസ് ഉണ്ട് ആ രാജ്യത്ത്. കാരണം ഇവരെല്ലാം അമേരിക്കൻ വെപ്പൺസാണ് വാങ്ങുന്നത്. ഇതെപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാനും സംഭവങ്ങളൊക്കെ ചെയ്യാനും ആൾ വേണം. ഇപ്പം ഞാനൊരു കാര്യം പറയാം. നമ്മുടെ ഹെർക്കുലീസ് എന്ന് പറയുന്ന ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് നമ്മൾ വാങ്ങിയിരിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ്. പിന്നെ ഹെലികോപ്റ്റർ വാങ്ങിയിരിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ്. പിന്നെ നമ്മൾ ഹോവിസ്റ്റർ ഗൺ വാങ്ങിച്ചിരിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ്. ഇപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ കണ്ടിട്ടുണ്ട് അതിനു വേണ്ടി അതിൻ്റെ റിപ്പയറിനും മെയിൻ്റനൻസിന് വേണ്ടിയും, അതായത് ഈ പറയുന്ന ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റിന് കൽക്കട്ടയിൽ ദുർഗാപൂരിൽ അമേരിക്കയിൽ വലിയ ഒരു 100-150 പേരുണ്ട് അവിടെ സായിപ്പന്മാരല്ല അമേരിക്കൻസ്. കാരണം ഇത് മെയിൻറ്റെയിൻ ചെയ്യണ്ടായോ? കാരണം ഇതിൻ്റെയൊക്കെ റിപ്പയറും പരിപാടിയും അത് ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം ഉൾപ്പെടെയാണ് ഈ പാക്കേജായിട്ട് ഇത് വാങ്ങുന്നത്. ഇപ്പം നാറ്റോ രാജ്യങ്ങൾ ഇതേപോലെ വെപ്പൺസ് മേടിച്ചു കഴിഞ്ഞാൽ ഇതിനിടയ്ക്ക് സർവീസും അതും ഇതും സ്പെയർ പാർട്സൊക്കെ ആവശ്യമുണ്ട്. അപ്ഡേറ്റ് ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം. ഇതൊക്കെ ഫർദർ അവരാ കൊടുക്കേണ്ടത്. കാരണം ടർക്കിയുടെ ഏറ്റവും വലിയ പ്രശ്നം അവർക്കിത് മെയിൻറ്റെയിൻ ചെയ്യാനും റിപ്പയർ ചെയ്യാനും സർവീസ് ചെയ്യാൻ അമേരിക്ക വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അമേരിക്ക പറയുന്നത് ടർക്കി കേൾക്കുകയുള്ളൂ. ഇതാണ് ഇവിടുത്തെ ഇഷ്യൂ. കാരണം സെക്യൂരിറ്റി ഇഷ്യൂ അല്ലയോ, ഫൈറ്റർ എയർക്രാഫ്റ്റ് ആണ്. അതുകൊണ്ട് ഈ പറയുന്ന ഹമാസിനെ ഒന്നും ഇനി ടർക്കിയിലൊക്കെ എത്തുന്നില്ല. പിന്നെ ഈ ഖത്തർ അമീറിന് ഈ ഹമാസ് ഇതേപോലെ ടെറർ ഓർഗനൈസേഷനും പോകാൻ പറ്റിയ ഒരേ ഒരു സ്ഥലം എൻ്റെ കാഴ്ചപ്പാടിൽ അത് യമൻ മാത്രമേ ഉള്ളൂ. ലെബനൻ കയറ്റത്തില്ല, സിറിയൻ കയറ്റത്തില്ല. ഇതൊക്കെ തലയെ വരുത്തി വെക്കുന്ന വീണയാണ് ഈ സംഭവം. ഇതൊക്കെ വരാനുള്ള ദിവസങ്ങളിൽ കാണാൻ പോകും. കാരണം ഇതിനെപ്പറ്റിയും ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്തു. കാരണം പിന്നെ എവിടെ ആയിരിക്കും പോകും. കാരണം ഖത്തറിനെ ഒരു തുലച്ച് കളയും. കാരണം ഖത്തറിനെ നോക്കി വെച്ച് മത തീവ്രവാദിയും ഭീകരവാദത്തെ ഇതേപോലെ സപ്പോർട്ട് ചെയ്യുന്നൊരു രാജ്യം. അപ്പം അവൻ്റെ ആളുകൾ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഫർദറായിട്ട് എന്തോ ഇമ്പാക്റ്റ് ആണ്. കാരണം ട്രംപ് വന്നു കഴിഞ്ഞാൽ രണ്ടിലൊന്ന് ചെയ്യും. കാരണം ഒരു കാരണവശാലും ഇസ്രായേലിനെ തൊടാൻ സമ്മതിക്കത്തില്ല. ഈ ഖത്തർ കളിച്ച വൃത്തികെട്ട ഗെയിമൊന്നും ഫർദർ കളിക്കാൻ സമ്മതിക്കത്തില്ല. അതിൻ്റെയാണ് ഓരോ സംഭവങ്ങളും ഡെവലപ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്.